ആരോഗ്യമന്ത്രി പരിപാടി കഴിഞ്ഞ് വണ്ടിയിലേക്ക് കയറാൻ വരുന്ന സമയത്ത് അവിടെ അത്രയും 2 പേർ ആക്രോശിച്ചെത്തുകയാണ്. അവിടെ ഉണ്ടായ പിടിവലിയിൽ അവർക്കൊന്നും സംഭവിച്ചില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്കുണ്ടായ ആഘാതം ഇനിയിപ്പോൾ ശാരീരികമായിട്ടല്ലാതെ തന്നെ ഉണ്ടായ ആഘാതം എന്താണെന്ന് പറയാൻ പറ്റില്ല. അതുണ്ടായി എന്നത് സത്യം എന്നിരിക്കെ, അതിന് ദൃശ്യങ്ങൾ ഉണ്ടെന്നിരിക്കെ, അതിനെ ഈ രീതിയിൽ ന്യായീകരിക്കുന്നതും അധിക്ഷേപിക്കുന്നതും ശരിയാണോ എന്നതാണ് ഞാൻ തൗഫീഖിനോട് ചോദിച്ചത്. എന്റെ രേണുക, അത്തരത്തിലൊരു അതിക്രമം അവിടെ ഉണ്ടായിട്ടില്ലെന്നേ. നിങ്ങൾ ഇനിയും ഇതിന്റെ അടിസ്ഥാനവും ഇതിന്റെ സത്യവും മനസ്സിലാക്കിയില്ലെങ്കിൽ ഞങ്ങൾ എന്ത് പറയാനാണ്? ഇത്രയധികം ദൃശ്യങ്ങളടക്കം പുറത്തു വിട്ടുകൊണ്ട് ആ ദൃശ്യങ്ങളുടെ ആധികാരികത കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായ ഒരു സാഹചര്യം ഉണ്ടായപ്പോ ഇനിയും രേണുവയ്ക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ, കേരളത്തിലെ CPM നേതൃത്വത്തിന് മനസ്സിലാകുന്നില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഇതിനപ്പുറത്തേക്ക് ഞാൻ പ്രധാനമായിട്ട് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ രേണുക ഒരു വാർത്ത, ഇന്ന് മാതൃഭൂമിയുടെ വാർത്ത കണ്ടല്ലോ. റെയിൽവേ സ്റ്റേഷൻ CCTV നിരീക്ഷണത്തിലാണുള്ളത്. 24 മണിക്കൂറും 24x7 റെയിൽവേ സ്റ്റേഷൻ നിരീക്ഷണത്തിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ അവിടെ CCTV നിരീക്ഷണമുണ്ട്. എന്റെ രേണുക, അത്തരത്തിൽ ഇന്ന് RPF കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് KSU പ്രവർത്തകർ ആക്രമിക്കുന്ന വീഡിയോ ദൃശ്യമില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പറഞ്ഞതും പച്ചക്കള്ളമാണെന്നല്ലേ? അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ആ CCTV പ്രവർത്തിക്കുന്നില്ല എന്ന കാര്യമാണ് പറഞ്ഞത്. റെയിൽവേ സ്റ്റേഷനുകളിൽ അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ശരിയോ തെറ്റോ അല്ലല്ലോ നമ്മൾ ഇവിടെ. ഞാൻ താങ്കളോട് ചോദിച്ചത് എന്താണ്? രമേശ് ചെന്നിത്തലയെ പോലെ ഏറ്റവും മുതിർന്ന ഒരു നേതാവ് വന്ന് പറയുകയാണ് നല്ല നടിയാണ് എന്ന്. നല്ല നടിയാണ് എന്ന് പറയാണ്. ഒരു വനിതാ മന്ത്രി ആക്രമിക്കപ്പെട്ട് അവർ ആശുപത്രിയിൽ കിടക്കുകയാണ്. അവിടെ KSU പ്രവർത്തകരുടെ പ്രതിഷേധമാണ് അതിലേക്ക് നയിച്ചത്. അല്ലാണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരൂ, ഞാനൊന്ന് അഭിനയിക്കട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതൊന്നും അല്ലല്ലോ. KSU പ്രവർത്തകരെ, DYFI പ്രവർത്തകരെ വിളിച്ചു വരുത്തിയിട്ടും പോയി കിടക്കുന്നതല്ലോ. KSU പ്രവർത്തകരാണല്ലോ ചെന്നത്, മന്ത്രി വിളിച്ചു വരുത്തിയതല്ലല്ലോ. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഈ രീതിയിൽ അതിനോട് പ്രതികരിക്കുന്നതിന്റെ സന്ദേശം എന്താണ് എന്നതാണ് ഞാൻ ചോദിച്ചത്. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. അവർ പറഞ്ഞത് 100% സത്യം തന്നെയാണ്. അവർ ആരോഗ്യമന്ത്രിക്ക് അപ്പുറത്തേക്ക് അവർ മികച്ച അഭിനയ മന്ത്രി ആയതുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയേണ്ടി വന്നത്. ബഹുമാനപ്പെട്ട രേണുക അല്പം മുമ്പ് സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. രേണുകയുടെ വീടെന്ന് പറയുന്നത് ഒരു സ്വകാര്യ സ്ഥലമാണ്. അതിനപ്പുറത്തേക്ക് ഇതൊരു പൊതുസ്ഥലമാണ്. അവിടെ രേണുക ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായപ്പോൾ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ പൊതുജനങ്ങൾ ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ 24x7 ഞാൻ ആ വിഷയത്തിൽ അടിയുറച്ച് നിൽക്കുന്നു, അടിമലയിട്ട് പറയുന്നു. 24 മണിക്കൂറും CCTV നിരീക്ഷണമുള്ള ഒരു മേഖലയാണ്. ആ മേഖലയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് RPF പറയുന്നത് അത്തരത്തിലൊരു പ്രതിഷേധത്തിന്റെ ദൃശ്യം, മന്ത്രിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളില്ല എന്ന് പറയുന്നത്. ജനാധിപത്യപരമായ ഒരു പ്രതിഷേധം അവിടെ ഞങ്ങളുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അതിന്റെ നേതൃത്വത്തിലുണ്ടായി. അതിനപ്പുറത്തേക്ക് ഇവിടെ അവരെ അതിക്രമിക്കുന്ന തരത്തിൽ, അവരെ ആക്രമിക്കുന്ന